വിവാദ പരാമർശവുമായി ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ. NDA അധികാരത്തിൽ വന്നാൽ ആക്രമിച്ചവരുടെ നെഞ്ചിലൂടെ ബുൾഡോസർ കയറ്റുമെന്ന് സിൻഹ. RJD ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്നും സിൻഹ പറയുന്നു. ലഖിസാരയിൽ വെച്ച് ഗ്രാമവാസികൾ വിജയകുമാറിന്റെ വാഹനവ്യൂഹം തടഞ്ഞു നിർത്തിയിരുന്നു. ലഖിസരായിൽ ഉണ്ടായിട്ടുള്ള വാഹനവ്യൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് പിന്നാലെയാണ് ഈ വിവാദ പരാമർശം ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ നടത്തുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, ഈ ബുൾഡോസർ രാഷ്ട്രീയമൊന്നും രാജ്യം ഒരിക്കലും മറക്കുന്നതല്ല. അതിനിടയിലാണ് ചെയ്തതെന്തോ അതിനേക്കാൾ ക്രൂരമായി ഈ തരത്തിലുള്ള പരാമർശം ഒരു ഉപമുഖ്യമന്ത്രിയുടെ നാക്കിൽ നിന്ന് തന്നെ വായിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയ്ക്ക് നേരെ ഇന്ന് ലഖിസരായിൽ വെച്ചാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ ലഖിസരായിലെ സ്ഥാനാർത്ഥിയാണ്. അവിടെ അദ്ദേഹം പോളിംഗ് ബൂത്ത് സന്ദർശിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞ് ഈ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ളവർ വാഹനം തടയുകയും തുടർന്ന് ചെരുപ്പ് കൊണ്ട് ഈ വാഹനത്തിൽ അടിക്കുകയും മറ്റും ചെയ്തിരുന്നത്. ഇതിന് ശേഷമാണ് ഈ വിജയ് കുമാർ സിൻഹയുടെ ഭാഗത്ത് നിന്ന് ഈ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അക്രമം നടത്തിയിരിക്കുന്നത് RJD ഗുണ്ടകളാണ്. NDA അധികാരത്തിൽ വന്നാൽ തന്നെ ആക്രമിച്ചവരുടെ നെഞ്ചിലൂടെ ബുൾഡോസർ കയറ്റുമെന്നാണ് വിജയകുമാർ സിൻഹ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിവാദ പരാമർശം. എന്തായാലും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് ഇപ്പോൾ ഈ ലഖിസരായിലെ SP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ബീഹാറിലെ ഒന്നാം ഘട്ട പോളിംഗ് തുടരുകയാണ്. കനത്ത പോളിംഗ് ആണ് ഇതുവരെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 മണിവരെ 53.77% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏതാണ്ട് 58%. അത് ഏതായാലും മറികടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 2020 ഉണ്ടായിരിക്കുന്നതിനേക്കാളും വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. SIR നടന്നതിന് ശേഷമുള്ള ആദ്യ പോളിംഗിലാണ് ബീഹാറിൽ ഇത്തരത്തിലൊരു കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നത്. 6 മണിവരെയാണ് പോളിംഗ് നടക്കുന്നത്. അതായത് പോളിംഗ് അവസാനിക്കാൻ ഇനിയും 2 മണിക്കൂർ കൂടിയുണ്ട്. എന്നാൽ ചില മേഖലകളിൽ ഈ സംഘർഷമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പോളിംഗ് 5 മണിക്ക് അവസാനിക്കും. പക്ഷെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബീഹാറിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെ, കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 3 മണിവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 53.77%. അപ്പോൾ എല്ലാ ഇടങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പോളിംഗ് ബൂത്തുകളിലും തന്നെ മുൻ വർഷത്തേക്കാൾ മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത് എന്നുള്ള വിശദാംശങ്ങളാണ് ബി ബാലഗോപാൽ പങ്കുവയ്ക്കുന്നത്.